അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ ടോപ്പിക്സിനെ കുറിച്ചാണ്. തസ്തികയുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇവിടെ ഫയർമാൻ്റെ തസ്തികയുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത്. മാത്സിൽ നിന്നും എടുത്ത 10 മാർക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നിന്നും എടുത്ത 10 മാർക്കും PSC നൽകിയിരിക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിനാണ്, തസ്തികയുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കാണ്. ഇന്ന് ഫയർമാൻ്റെ ടോപ്പിക്ക് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിനെ പ്രധാനമായിട്ടും 3 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫയർ, അതുപോലെ ഫസ്റ്റ് എയ്ഡ്, ഇവയെ ബേസിക് കൺസെപ്റ്റുകളും, അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 കുറച്ച് സെക്ഷൻസുകളുമാണ് ഇന്നവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ്, ഇതിൽ ഫയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഫയർ 9 മാർക്കിന് ഫയറിനെ കുറിച്ച് ബേസിക് കൺസെപ്റ്റ് ഫയറിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഒന്നാമതായിട്ട് ബേസിക് കൺസെപ്റ്റ്, അതിൽ കമ്പഷൻ ജ്വലനം എന്ന് പറയും. കമ്പഷനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സിലബസിൽ ചർച്ച ചെയ്യാനുണ്ട്. അതുപോലെ ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റ്, അതുപോലെ ഫയർ ട്രയാങ്കിൾ. ഒരു ജ്വലനം നടക്കണമെങ്കിൽ അതിൽ 3 ഘടകങ്ങൾ ആവശ്യമാണ്: ഹീറ്റ്, അതുപോലെ തന്നെ ഓക്സിജൻ, അതുപോലെ ഫ്യൂവൽ. ഹീറ്റ്, ഓക്സിജൻ, ഫ്യൂവൽ, ഇവ 3 കൂടി അടങ്ങിയതിനെയാണ് നമ്മൾ ഒരു തീ ത്രികോണം എന്ന് പറയുന്നത്, ഫയർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അടുത്തതായി രണ്ടാമതായിട്ട് പറയുന്നത് കെമിസ്ട്രി ഓഫ് ഹീറ്റ് ആൻഡ് കമ്പഷൻ. താപത്തിൻ്റെയും അതുപോലെ തന്നെ ജ്വലനത്തിൻ്റെയും രസതന്ത്രം. അതിൽ പറയുന്നത് ഹീറ്റ് കപ്പാസിറ്റി, താപധാരിത എന്ന് പറയും. താപധാരിതയെക്കുറിച്ച് നമുക്കിതിൽ ചർച്ച ചെയ്യാനുണ്ട്. അതുപോലെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, വിശിഷ്ട താപധാരിത എന്ന് പറയും. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ദ്രവീകരണ ലീനതാപം എന്ന് പറയും. അതുപോലെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, നമുക്കറിയാം വേപ്പറൈസേഷൻ ബാഷ്പീകരണ ലീനതാപം. അതുപോലെ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ഉത്പതനം, അതായത് ഒരു പദാർത്ഥം അതിനെ ചൂടാക്കുന്ന സമയത്ത് അത് ദ്രാവക രൂപത്തിലാവാതെ നമുക്ക് ബാഷ്പരൂപത്തിലാകുന്നതിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അതുപോലെ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഫ്ലാഷ് പോയിന്റ്, ഫയർ പോയിന്റ്, ഇത്രയും ഭാഗമാണ് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. അതുപോലെ ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ നമുക്കിവിടെ ചർച്ച ചെയ്യാനുണ്ട്. കണ്ടക്ഷൻ, റേഡിയേഷൻ, MSDS, LPG, അമോണിയ, ക്ലോറിൻ, ഇത്രയും ഭാഗം അതിൽ ഉൾപ്പെടുന്നതാണ്. മൂന്നാമതായിട്ട് മെത്തേഡ് ഓഫ് ഫയർ എക്സ്റ്റിങ്ക്വിഷനിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷൻ നടത്തുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിൽ പെടുന്നതാണ് ഒന്ന് സ്റ്റാവേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഫയർ ട്രയാങ്കിളിനെ കുറിച്ച് പറഞ്ഞു. ഒരു ഫയർ ട്രയാങ്കിൾ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഹീറ്റ് വേണം, ഓക്സിജൻ വേണം, അതുപോലെ ഫ്യൂവൽ വേണം. സ്റ്റാർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ 3 ഘടകങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു ഘടകത്തെ എടുത്ത് മാറ്റിക്കളഞ്ഞാൽ അവിടെ ജ്വലനം സാധ്യമല്ല. ഇവിടെ സ്റ്റാർവേഷൻ എന്ന് പറയുന്നത് ഫ്യൂവലിനെ ഒരു ജ്വലനം നടക്കുന്നതിൽ നിന്നും ഫ്യൂവലിനെ മാറ്റി നിർത്തുകയാണ്. അങ്ങനെ നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്വിഷൻ നടത്തുന്നതിനെയാണ് സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് സ്മോത്തറിങ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റിംഗ് എന്ന് പറയും. ഇത് ബ്ലാങ്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെയുണ്ട് ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, കട്ടിയുള്ള ഒരു പുതപ്പ് കൊണ്ട് അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഏതെങ്കിലും ഫയർ ജ്വലനം നടക്കുന്ന ഒരു പദാർത്ഥത്തെ നമ്മൾ എന്ത് ചെയ്യാണ്, മൂടിക്കളയുകയാണ്. ആ സമയത്ത് അതിൽ ഓക്സിജന് നമുക്കതിലേക്ക് കൃത്യമായിട്ട് എത്തുകയില്ല. അതുകൊണ്ട് ഫയർ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആവാത്തത് കൊണ്ടും അതിൽ എന്താണ്, ഫയർ എക്സ്റ്റിങ്ക്വിഷൻ സാധ്യമാവുകയാണ്. ദെൻ കൂളിംഗ്, തണുപ്പിക്കുകയാണ്. അപ്പോൾ കൂളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീറ്റിനെ അവിടെ ഇല്ലാതാക്കുകയാണ്. ദെൻ ഈ 3 ഒരു ഫയർ ട്രയാങ്കിളിലെ ഏതെങ്കിലും ഒരു ഘടകത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്വിഷൻ നടത്തുന്നതിനെയാണ് ഈ 3 മെത്തേഡുകളും വിശദീകരിക്കുന്നത്. അതുപോലെ ഫയർ എക്സ്റ്റിങ്ക്വിഷിംഗ് ഏജൻസ് അവ ഏതെല്ലാം എന്നാണ് അതിൽ പറയുന്നത്. ജലം, അതുപോലെ തന്നെ നമ്മളുടെ മണൽ, അതുപോലെ DCP ഡ്രൈ കെമിക്കൽ പൗഡേഴ്സിനെ കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതുപോലെ സ്യൂട്ടബിലിറ്റി ഓഫ് എക്സ്റ്റിങ്ക്വിഷിംഗ് മീഡിയാസ്, അതായത് നമുക്ക് ഒരു ജ്വലനത്തെ വിവിധ കാറ്റഗറികളായിട്ട് തിരിക്കുന്നുണ്ട്. A, B, C, D, E എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറികളായിട്ട് തിരിക്കുന്നുണ്ട്.
ഇതിൽ എല്ലാ ഏജൻറ്റുകളും നമുക്ക് എല്ലാ തരത്തിലുള്ള തീകളിലും പ്രയോഗിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള ഏജൻറ്റുകളെയാണ് ഓരോ തരത്തിലുള്ള ജ്വലനത്തിലും ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളുടെ സ്യൂട്ടബിലിറ്റി ഓഫ് എക്സ്റ്റിങ്ക്വിഷിംഗ് മീഡിയാസിൽ പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് ആണ്. അതിൽ പറയുന്നത് ടൈപ്പ് ഓഫ് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സിനെ കുറിച്ചാണ് അതിൽ ചർച്ച ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് പാസ് എന്ന് പറയുന്നത്. ഫയർ എക്സ്റ്റിങ്ക്വിഷന് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് പാസ് എന്ന് പറയുന്നത്. ഇവിടെ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിൻ, എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയിം, എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്യൂസിങ്, അതുപോലെ ലാസ്റ്റ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വീപ്പിംഗ്. അപ്പോൾ ഇത്രയും വാക്കുകൾ. പിന്നെ നമ്മളൊരു ഒരു ജ്വലനം നടക്കുന്ന സമയത്ത് നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്വിഷൻ്റെ പിൻ നമ്മൾ എടുക്കുന്നു. അതുപോലെ എയിം ടു ദി ബോട്ടം ഓഫ് ദി ഫയർ, ആ ഫയറിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തേക്ക് നമ്മൾ എയിം ചെയ്യുന്നു. അടുത്തത് സ്ക്യൂസ് ദ ഹാൻഡിൽ സ്ക്യൂസ് ചെയ്യുന്നു. ലാസ്റ്റ് സ്വൈപ്പ് ദ സൈഡ് ടു സൈഡ്, നമ്മൾ എന്ത് ചെയ്യണം, ആ ജ്വലനത്തെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീപ്പ് ചെയ്യുകയാണ്. ഓക്കെ, തുടച്ചു മാറ്റുകയാണ്. അപ്പോൾ ഈ ഒരു വാക്ക് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാക്കാണ്. ദെൻ അടുത്തതായിട്ട് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു ഫയറിൽ നമുക്ക് 9ഓളം മാർക്ക് ഫയറിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി 9 മാർക്ക് നമുക്ക് ഇവിടെ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. എന്തെല്ലാമാണ് അതിൽ ചർച്ച ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് ഫസ്റ്റ് എയ്ഡിൻ്റെ ബേസിക് കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫസ്റ്റ് എയ്ഡിലെ ബേസിക് കൺസെപ്റ്റ്. ദെൻ ഇമ്പോർട്ടൻറ്റ് ഓർഗനൈസേഷൻ ആൻഡ് പേഴ്സൺസിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ദെൻ രണ്ടാമതായിട്ട് ഹ്യൂമൻ ബോഡി റെസ്പിറേഷൻ, ബ്രീത്തിങ്, പൾസ്, സർക്കുലേഷൻ ആൻഡ് സ്കെൽട്ടൺ സിസ്റ്റം. ഇവിടെ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ എല്ലാ ഘടനകളെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. ഹ്യൂമൻ ബോഡിയെക്കുറിച്ച് മൊത്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതിൽ ഹ്യൂമൻ റെസ്പിറേഷൻ, അതുപോലെ ബ്രീത്തിങ്, പൾസ്, സർക്കുലേഷൻ, സ്കെൽട്ടൺ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തതായിട്ട് റെസിസിറ്റേഷൻ എന്നുള്ളതാണ് റെസിസിറ്റേഷൻ മെത്തേഡിനെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. അതിൽ നമുക്ക് CAB റൂൾ ഉണ്ട്, അതുപോലെ തന്നെ ABC റൂൾ ഉണ്ട്, മൗത്ത് ടു മൗത്ത് റെസിസിറ്റേഷൻ മെത്തേഡ്സ് ഉണ്ട്, അതുപോലെ CPR കൺസെപ്റ്റ് ആൻഡ് പ്രൊസീജിയർ ഉണ്ട്, അതുപോലെ AED. ഇത്രയും ഭാഗങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞ ശേഷം നാലാമതായിട്ട് നമുക്ക് പറയുന്നത് ചോക്കിംഗ് ആൻഡ് ഇറ്റ്സ് ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സിനെ കുറിച്ചാണ് അത് കഴിഞ്ഞ് പറയുന്നത്. ദെൻ അടുത്തതായിട്ട് കട്ട്സ് ആൻഡ് വൂണ്ട്സ്, ആംബിറ്റേഷൻ ആൻഡ് ഇറ്റ്സ് ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സാണ് അടുത്തതായിട്ട് പറയുന്നത്. ദെൻ ആറാമതായിട്ട് പറയുന്നത് ബ്ലീഡിംഗ് ആൻഡ് ഇറ്റ്സ് ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ഏഴാമതായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ബേൺസ് ആൻഡ് സ്കാഡ്സ് ആൻഡ് ഫ്രോസ്റ്റ് ബൈറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സാണ്. ദെൻ അത് കഴിഞ്ഞ് എട്ടാമതായിട്ട് പറയുന്നത് ഫ്രാക്ചേഴ്സ് ആൻഡ് ടൈപ്പ് ഓഫ് ഫ്രാക്ചേഴ്സ് ആൻഡ് ഇറ്റ്സ് ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ്. ഇത്രയും ഭാഗമാണ് ഇതിൽ പറയുന്നത്. ദെൻ അത് കഴിഞ്ഞ ശേഷം സ്നേക്ക് ബൈറ്റ് ആൻഡ് ഇറ്റ്സ് ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ്. അതായത് ഒരാൾക്ക് വരാവുന്ന എല്ലാ തരത്തിലുള്ള അപകടങ്ങളെയും അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സിനെ കുറിച്ചാണ് ഇത്രയും ഭാഗങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞ 3 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ഫയർ, ഫസ്റ്റ് എയ്ഡ്, അതുപോലെ ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. ഇതിലേതാനും സെക്ഷൻസിനെ കുറിച്ചും നമുക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇവിടെ ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 നമുക്ക് ഫസ്റ്റ് സെക്ഷൻ 43 പെനാൽറ്റി ആൻഡ് കോമ്പൻസേഷൻ ഫോർ ഡാമേജ് ടു കമ്പ്യൂട്ടർ സിസ്റ്റം എക്സെട്ര. കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഡാമേജും അതിനുവേണ്ട പെനാൽറ്റി ആൻഡ് കോമ്പൻസേഷനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 43 എന്ന് പറയുന്നത്. ദെൻ 43A, സെക്ഷൻ 43A പറയുന്നത് കോമ്പൻസേഷൻ ഫോർ ഫെയിലിയർ ടു പ്രൊട്ടക്റ്റ് ഡാറ്റ. ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ ഫെയിലിയർ ആയാലുള്ള കോമ്പൻസേഷനെ കുറിച്ചാണ് 43A പറയുന്നത്. 43 പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിനും ഉണ്ടാവുന്ന കോമ്പൻസേഷനും അതുപോലെ തന്നെ അതിൻ്റെ പെനാൽറ്റിയെക്കുറിച്ചുമാണ്. ദെൻ അടുത്തതായിട്ട് സെക്ഷൻ 65 പ്രതിപാദിക്കുന്നത് ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റിനെ കുറിച്ചാണ് 65 പറയുന്നത്.
വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സെക്ഷനാണ് 66. ഒരുപാട് ഭാഗങ്ങൾ 66ൻ്റെ ഒരുപാട് സബ് സെക്ഷൻസ് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് അത് ഏതെല്ലാം എന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് ആണ് അതിൽ 66 എന്ന് പറയുന്നത്. എന്നാൽ അടുത്തതായിട്ട് 66B പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ ഡിസോണസ്റ്റ്ലി റിസീവിങ് സ്റ്റോളൻ കമ്പ്യൂട്ടർ റിസോഴ്സസ് ഓർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. അതാണ് 66B പറയുന്നത്. 66Bയിൽ പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ ഡിസോണസ്റ്റ്ലി റിസീവിങ് സ്റ്റോളൻ കമ്പ്യൂട്ടർ റിസോഴ്സസ് ഓർ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. ദെൻ 66C ഞാൻ പറഞ്ഞു 66ൽ ഒരുപാട് സബ് സെക്ഷൻസ് പറയുന്നുണ്ട്. 66Cയിൽ പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ ഐഡൻറ്റിഫൈ തെഫ്റ്റിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ അതിനുള്ള പണിഷ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ് 66C എന്ന് പറയുന്നത്. അതായത് സെക്ഷൻ 66D പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ ചീറ്റിംഗ് ബൈ യൂസിങ് കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് ചീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് 66D പറയുന്നത്. ദെൻ അടുത്തതായിട്ട് 66E പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ വയലേഷൻ ഓഫ് പ്രൈവസി വയലേഷന് എതിരെയുള്ള പണിഷ്മെൻ്റ് ആണ് ഇവിടെ പറയുന്നത് 66E പറയുന്നത്. അതുപോലെ 66F വരെ ആണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. 66F പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ സൈബർ ടെററിസത്തിനെ കുറിച്ചാണ് നമുക്ക് സെക്ഷൻ 66F പറയുന്നത്. അത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് 67. അപ്പോൾ 66ൽ നമുക്ക് ഒത്തിരി സബ് സെക്ഷൻസ് പറഞ്ഞു. അത് കഴിഞ്ഞാൽ 67ൽ പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഒബ്സെൻസ് മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ഫോം. എന്താണ് 67? പണിഷ്മെൻറ്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഒബ്സെൻസ് മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ഫോം. ദെൻ അടുത്തതായിട്ട് 67A പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് മെറ്റീരിയൽ കണ്ടെയ്നിങ് സെക്ഷുവലി എക്സ്പ്ലിക്റ്റ് ആക്ട് എക്സെട്ര ഇൻ ഇലക്ട്രോണിക് ഫോം. സെക്ഷുവലി എക്സ്പ്ലിക്റ്റിംഗ് ആക്ട്, അതായത് നമ്മൾ അതിനെ പബ്ലിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണിഷ്മെൻ്റാണ് 67A പറയുന്നത്. ദെൻ 67B പറയുന്നത് പണിഷ്മെൻറ്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് മെറ്റീരിയൽ ഡീപിക്റ്റിംഗ് ചിൽഡ്രൻ ഇൻ സെക്ഷുവലി എക്സ്പ്ലിക്റ്റ് ആക്ട് എക്സെട്ര ഇൻ ഇലക്ട്രോണിക് ഫോം. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് 67B എന്ന് പറയുന്നത്. അതിനുള്ള പണിഷ്മെൻറ്റ്, അതായത് കുട്ടികളുടെ സെക്ഷുവലി എക്സ്പ്ലിക്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ഡീപിക്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് നമ്മൾ ഇലക്ട്രോണിക് ഫോമിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉള്ള പണിഷ്മെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 67B എന്ന് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞാൽ സെക്ഷൻ 72 പെനാൽറ്റി ഫോർ ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസി. പെനാൽറ്റി ഫോർ 72 പറയുന്നത് പെനാൽറ്റി ഫോർ ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസി. ദെൻ 77B പറയുന്നത് ഒഫൻസ് വിത്ത് 3 year ഇംപ്രിസോൺമെൻറ്റ് ടു ബി ബെയിലബിൾ. ഇതാണ് നമുക്ക് 77B എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സെക്ഷൻസ് ആണ് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. നമുക്ക് ഇത് കൂടാതെ ഇതിൻ്റെ ഇടയ്ക്കുള്ള സെക്ഷൻസ് ഒത്തിരി 83 മുതൽ തുടങ്ങി ഇതിൽ 63 മുതൽ തുടങ്ങി അതിൽ പല സെക്ഷൻസും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ PSC അവ ഉൾപ്പെടുത്തില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള സെക്ഷൻസും കൂടി നിങ്ങൾ റെഫർ ചെയ്യണം. അപ്പോൾ ഈ ഒരു സെക്ഷൻസാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ഈ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നിർബന്ധമായിട്ടും നമുക്ക് നോക്കേണ്ടതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് 66 എന്ന് പറയുന്നത്. അതിന് 5ഓളം സബ് സെക്ഷൻസും നമുക്ക് ഇവിടെ സിലബസിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിർബന്ധമായിട്ടും നോക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഫയർമാൻ്റെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള തസ്തികയുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ.